അപ്പോൾ അവർക്ക് സംഭവിച്ചെങ്കിൽ എനിക്ക് സംഭവിച്ച ആൾക്കാരും തട്ടി എന്തായിരിക്കും അവസ്ഥ? മാട്ടിൻ്റെ മേലായി കൊടുക്കണം, ഇപ്പോൾ ആളിൻ്റെ മേലായി എന്തായിരിക്കും അവസ്ഥ? പന്നി പിടിക്കാൻ വേണ്ടി പശുക്കളെ എടുത്ത് കടിച്ചു. ആ സംഭവിച്ച പശുവിനെ സംഭവം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, പന്നിപ്പടക്കം ഉണ്ടായിരുന്നു. എടുത്ത് കൊടുത്തില്ല, സാധനം എടുത്തുകൊണ്ട് അവിടെ നിന്ന് കിട്ടി. അതിൻ്റെ അവശേഷങ്ങൾ ഇവിടുന്ന് കിട്ടി. പാലക്കാട് മേയുന്നതിനിടയിൽ പന്നിപ്പടക്കം കടിച്ച പശുവിന് ഗുരുതര പരിക്ക്. നിരവധി കുട്ടികൾ ഉൾപ്പെടെ ദിവസവും ആളുകൾ കളിക്കുന്ന സ്ഥലത്താണ് പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചത്. പേഴുങ്കര ചേട്ടത്തറ സ്വദേശിയും ക്ഷീരകർഷകനുമായ ഇബ്രാഹിമിൻ്റെ പശുവിനാണ് സ്ഫോടക വസ്തു കടിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റത്. പശുവിൻ്റെ മുഖം പകുതി തകർന്ന നിലയിലാണ്. ഇതിനിടയിൽ സമാനമായ മറ്റൊരു സ്ഥലത്ത് സ്ഫോടനം നടന്നതിൻ്റെ അടയാളവും കണ്ടെത്തി. തിരച്ചിലിനിടയിൽ സമീപത്ത് നിന്നായി പന്നിയുടെ മൃതദേഹവും കണ്ടെത്തി. മതിലിന് അപ്പുറമായതുകൊണ്ടാകാം പന്നിയെ കെണിവെച്ചവർ കാണാതെ പോയത്. സ്ഫോടനത്തെ തുടർന്ന് പാലക്കാട് ടൗൺ നോർത്ത് പോലീസിൻ്റെ നേതൃത്വത്തിൽ വിശദമായ പരിശോധനയും നടത്തി. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധനയ്ക്കായി എത്തിയിരുന്നു. 2025 ഓഗസ്റ്റ് മാസം പാലക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂളിൽ നിന്നും പന്നിപ്പടക്കം കണ്ടെടുത്തത് വലിയ വിവാദമായിരുന്നു. എന്തായാലും ജനവാസ മേഖലയിൽ പന്നിപ്പടക്കം കടിച്ച പശുവിന് ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് പ്രദേശവാസികൾ ആശങ്കയിലുമാണ്.